നമ്മുടെ ലിറ്റററി ലെൻസിന്റെ മറ്റൊരു അധ്യായം കൂടി ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ 35ാമത്തെ എപ്പിസോഡിൽ നമ്മളുടെ കൂടെ ഉള്ളത് ഫാത്തിമ ജാസ്മിയാണ്, നമ്മുടെ സെക്കൻഡ് ഇയർ മാത്സിലെ. ഫാത്തിമ ഇന്നിവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ബുക്ക് ഒരിക്കൽ എന്ന് പറഞ്ഞൊരു ബുക്കാണ്, റിട്ടൺ ബൈ എൻ മോഹനൻ. അപ്പോ ഈ പ്രസന്റേഷനിലേക്ക് ജാസ്മിനെയും അതേപോലെ തന്നെ ബാക്കി ഇവിടുള്ള ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജാസ്മിൻ, പ്ലീസ്. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. റെജിന പറഞ്ഞപ്പോൾ തന്നെ എൻ മോഹനന്റെ ഒരിക്കൽ എന്ന പുസ്തകമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പലരും വായിച്ചിട്ടുണ്ടാവും, എന്താ പറയാ, റീൽസിലും സ്റ്റാറ്റസിലൊക്കെ കുറച്ച് കാലമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു പുസ്തകമാണ് ഒരിക്കൽ. എനിക്ക് തോന്നുന്നു ഈ വാലന്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു പുസ്തകം, പ്രണയം പറയുന്ന ഒരു പുസ്തകമാണ് ഒരിക്കൽ. പിന്നെ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാണ്ട്. ആദ്യം തന്നെ എഴുത്തുകാരനെ കുറിച്ച് പറയാം. 1933 ഏപ്രിൽ 27-നാണ് അദ്ദേഹം ജനിച്ചത്. എൻ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും ലളിതാംബിക അന്തർജനത്തിന്റെയും മകനാണ് എൻ മോഹനൻ. നിന്റെ കഥ എന്റെയും, ദുഃഖത്തിന്റെ രാത്രികൾ, പൂജയ്ക്കെടുത്ത പൂക്കൾ, ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അതുപോലെ തന്നെ പത്മരാജൻ അവാർഡ്, നാലപ്പാട് അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഇവയൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളാണ്. ഒരിക്കൽ എന്ന പുസ്തകം ഒരു നോവലാണ്. അദ്ദേഹം ഒരു ആത്മകഥ പോലെയാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രണയകഥയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ചക്കി എന്നാണ് അദ്ദേഹം പ്രണയിച്ചിരുന്ന സ്ത്രീയെ പറ്റി ഇതിൽ പറയുന്നത്. ചക്കി എന്നല്ല അവളുടെ യഥാർത്ഥ പേരൊന്നും പറയുന്നുണ്ട്. അദ്ദേഹം ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞത് മലയാള മനോരമയിലെ ജോസ് പനച്ചിപ്പുറവും അതുപോലെ തന്നെ ജോണി ലൂക്കോസും കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാളെ പറ്റി എഴുതാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആദ്യം ആലോചിച്ചത് അമ്മയെ പറ്റിയും ഭാര്യയെ പറ്റിയുമാണ്. പിന്നീട് അദ്ദേഹത്തിന് തോന്നി ഇവർ രണ്ടുപേരല്ല, ഇവർ രണ്ടാളേക്കാളും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരാളുണ്ട് ജീവിതത്തിൽ. ആ സ്ത്രീയെ പറ്റിയാണ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഒരിക്കൽ അദ്ദേഹം പ്രണയിച്ചിരുന്ന ചക്കിയെ കുറിച്ചിട്ട് ഇതിലൂടെ എഴുതുന്നത്. കോളേജ് കാലഘട്ടത്തിലെ ജി ശങ്കരക്കുറുപ്പിന്റെ അകലേക്കാൾ അകലെയാണു നീ, അരികിലേക്കാൾ അരികിലാണ് അത്ഭുതം എന്ന കവിതാലാപനത്തിലൂടെയാണ് ചക്കിയോട് എൻ മോഹനന് പ്രണയം തോന്നി തുടങ്ങുന്നത്. അങ്ങനെ കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയം ഒരുപാട് വർഷങ്ങൾ അവർ പ്രണയിച്ച് നടന്നു. രണ്ടുപേരും വ്യത്യസ്ത ജാതിക്കാരാണെങ്കിൽ കൂടിയും ഒരുമിച്ച് ജീവിക്കാം എന്ന് അത്രയും ഉറപ്പു കൊണ്ടാണ് അവർ പ്രണയിച്ച് നടന്നിരുന്നത്. കുറെ കാലങ്ങൾ പ്രണയിച്ചതിന് ശേഷം ചക്കിയുടെ വീട്ടിലെ നിർബന്ധിത സാഹചര്യം മൂലം ചക്കിക്ക് എൻ മോഹനനെ പിരിയേണ്ടി വന്നു. കല്യാണം കഴിക്കാൻ പറ്റിയില്ല, വേറൊരാളെ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോ ആ സാഹചര്യമെല്ലാം അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, പിരിഞ്ഞതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ചക്കി മുത്തശ്ശിയും എൻ മോഹൻ മുത്തശ്ശനൊക്കെ ആയ ശേഷം അവര് ഒരു ആശുപത്രിയിൽ വെച്ച് കാണാൻ ഇടയാവാണ്. ചക്കിക്ക് അർബുദ രോഗമായിട്ടാണ് എൻ മോഹൻ അവരെ കാണുന്നത്. അപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളും അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നോവൽ തുടങ്ങുന്നത് തന്നെ ആശുപത്രിയിൽ വെച്ചിട്ട് ചക്കിയെ കാണാൻ ഇടയായി എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എൻ മോഹൻ എങ്ങനെ അവിടെ എത്തി, എങ്ങനെ ചക്കി എന്ന് പറഞ്ഞൊന്നും അദ്ദേഹം ആദ്യം അതിൽ പറയുന്നില്ല. അപ്പൊ വായനക്കാർക്ക് ഒരു ചോദ്യം ഇട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം നോവൽ തുടങ്ങുന്നത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം നോവൽ കഴിയുമ്പോഴേക്കും വായനക്കാർക്ക് നൽകുന്നുമുണ്ട്. പിന്നെന്ന് പറഞ്ഞത് കഥ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല. ഈ കഥ നമ്മള് ഒരാൾ പറഞ്ഞ് അറിയുന്നതിനേക്കാൾ ഓരോരുത്തർ വായിച്ച്
അത് ഫീൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി എന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയുള്ള ചക്കിയുടെയും എൻ മോഹന്റെയും ഒരു പ്രണയം അത് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുന്ന സാഹചര്യം കൂടിയാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ നോവല് വായിക്കുമ്പോൾ എന്താ പറയാ, ഒരു ഫിലിം കാണുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. വളരെ ലളിതമായ ഭാഷയില് അധികം വലിച്ചൊന്നും നീട്ടാണ്ട് ചുരുക്കി എന്താണ് എന്നാ കുറച്ച് സാഹിത്യം കൂടി കൂടിയ തരത്തിൽ കൂടി കലർന്ന ഒരു രൂപത്തിലുള്ള നല്ലൊരു അവതരണം. ചക്കിയെ കാണാനിടയ സാഹചര്യം, പ്രണയത്തിലായ സന്ദർഭം, അതുപോലെ തന്നെ പരസ്പരം കണ്ടുമുട്ടിയ ദിവസങ്ങള്, അവര് പിരിഞ്ഞ സാഹചര്യം, അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഇതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പ്രണയിക്കുന്നവര് പിരിയുമ്പോൾ നമുക്കറിയാം പരസ്പരം ചീത്ത വിളിച്ചും എന്താ പറയാ സോഷ്യൽ മീഡിയകളിൽ വന്ന് അവരെ പഴിചാരിയും, അല്ലെങ്കിൽ ഒരു പെണ്ണ് വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം മൂലം അവരെ ഉപേക്ഷിച്ച് പോയാൽ തേപ്പുകാരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തില് അദ്ദേഹം ചക്കിയെ വളരെ എന്താ പറയാ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഇതില് അവതരിപ്പിക്കുന്നത്. ചീത്തയൊന്നും അധികം അധികം നല്ല ചീത്തയൊന്നും ഉപയോഗിക്കണമെന്നില്ല, അങ്ങനെ ഒരു ഇതിലാണ് അദ്ദേഹം ചക്കിയെ ഇതിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രണയം ഒഴിവാക്കി പോയാല് എന്താ പറയാ പെട്രോൾ ഒഴിച്ച് ആസിഡ് ഒഴിച്ച് അതുപോലെ തന്നെ പായസത്തില് വിഷം കലർത്തി അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്രണയങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്ക് എന്നും നല്ലത് വരട്ടെ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പ്രണയിച്ചവരെ പ്രണയിച്ചവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞത് എന്താ പറയാ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയിക്കുന്നവർക്കും ഈ പ്രണയിക്കുന്നവർ എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിരിക്കും എന്ന് തോന്നുന്നു. നല്ലൊരു സന്ദേശം തരുന്നുണ്ട്. പ്രണയിച്ച് പിരിഞ്ഞു പോയ ഒരിക്കലും എന്താ പറയാ പഴിചാരി നടക്കേണ്ടി അങ്ങനെയൊന്നല്ല. അതാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം തുറന്നു കാട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഈ പുസ്തകം വായിക്കുമ്പോ നമുക്ക് ഓരോരുത്തർക്കും കോളേജ് ലൈഫ് ഉണ്ട്, ചിലപ്പോ പ്രണയിച്ചവരും ഉണ്ടാവാം, പ്രണയിക്കാൻ സഹായിച്ചവരും ഉണ്ടാവാം. ആ കാലഘട്ടം ഒന്നും ഓർക്കാണ്ട് നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോ ഇത്രയുള്ള ഈ പുസ്തകത്തിന്റെ ഇത്. ഇനി ചക്കി ഇങ്ങനെയെല്ലാമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയത് എന്നൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇതില് പറയുന്നുണ്ട്. അതൊക്കെ സ്വയം വായിച്ച് ഓരോരുത്തർ വായിച്ച് തന്നെ മനസ്സിലാക്കണം എന്ന് പറയാണ്. നല്ലൊരു പുസ്തകമാണ് പ്രണയത്തെ കുറിച്ച് പറയുന്ന. എന്തായാലും എല്ലാരും വായിക്കുക. കഥ മുഴുവനായി പറഞ്ഞു തന്നാൽ അതിനൊരു രസം ഉണ്ടാവില്ല തോന്നുന്നു. ഓരോരുത്തരും വായിക്കുക എന്തായാലും. ഒരു പ്രണയം പറയുന്ന ഒരു കഥ, നല്ലൊരു, എനിക്ക് പേഴ്സണലി ഇഷ്ടമായ ഒരു പ്രണയകഥ. നമുക്കറിയാം ചില പ്രണയങ്ങൾ സക്സസ് ആയില്ലെങ്കിലും നമുക്ക് പറയാലോ നല്ലൊരു പ്രണയമായിരുന്നു പറയാലോ കഥ കേട്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു കഥയാണിത്. എല്ലാരും വായിക്കുക. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പ്രണയിക്കുന്നവർക്കും ഒരു വാലന്റൈൻസ് ഡേ ആശംസകളും. താങ്ക് യു. നന്ദി ജാസ്മിൻ. സത്യം പറഞ്ഞ ഈ ഒരു കഥ കേട്ടിരിക്കുമ്പോ പോലും ഓർമ്മ വരാത്തൊരു കാര്യമായിരുന്നു എനിക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. പക്ഷെ അപ്പോ അതിന് തീർത്തും ഉചിതമായ ഒരു ബുക്കായിട്ടാണ് ജാസ്മിൻ വന്നത്. അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു പറയാനാണ്. കാരണം പറഞ്ഞ പോയിന്റ്സ് ഒന്നും നമുക്ക് റിപ്പീറ്റഡ് ആയി തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ എന്നാ കഥ പറയുകയല്ല, അതിനെ കുറിച്ച് പറയലും മാത്രമാണ് ജാസ്മിൻ ചെയ്തത്. പിന്നെ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആൺ പെൺ പ്രണയം. അപ്പോ ആ ഒരു ആ ഒരു ആൺ പെൺ പ്രണയത്തില് ഇപ്പോ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞവരോ അല്ലെങ്കിൽ യൗവനത്തിൽ ഇരിക്കുന്നവരോ അല്ല, പണ്ട് പ്രണയിച്ച് മറന്നവരും അതും വളരെ റെസ്പെക്റ്റബിൾ ആയ രീതിയിൽ ആ പ്രണയത്തെ ഓർക്കാൻ. ഇപ്പൊ ജീവിതത്തിൽ വേറൊരു പെണ്ണുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചീത്ത നിലയ്ക്കല്ല ഓർമ്മകളിലൂടെ ഇയാൾ കടന്നു പോകുന്നത്. അത് തീർത്തും അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കടപ്പെട്ടിരിക്കേണ്ടവർക്ക് നമുക്ക് കടപ്പെട്ടിരിക്കാം. അങ്ങനെയൊക്കെ എനിക്ക് ഇത് കേട്ടപ്പോ തോന്നി സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു തീം എന്താണോ തീം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കഥ ഇപ്പോഴും കേട്ടപ്പോ നന്നായി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇവരെ പ്രണയം എന്തായിരുന്നെന്നോ, ഇവര് പിരിഞ്ഞ കാരണോ, ഇവര് വീണ്ടും ഒന്നിച്ച കാരണം ഒന്നും നമുക്കറിയില്ല. അപ്പൊ അത് ഒന്നും പറയാതെ തന്നെ ഒരുപാട് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ജാസ്മിക്ക് വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് പറയാൻ ഞാൻ ജംഷിയെ ക്ഷണിക്കുന്നു. ഹായ് ജാസ്മിൻ, ഞാന്
പകുതി വെച്ചിട്ട് കേട്ടത്. പക്ഷെ കേട്ടപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാ ഫസ്റ്റ് എന്തെങ്കിലും പോയിന്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവോ എന്ന് നീ വിചാരിച്ചിട്ടിരുന്നതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നീ പറഞ്ഞ് വന്നപ്പോ തന്നെ നമുക്ക് എന്താണ് അതില് നീ പറയാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. ഇപ്പോ ഇന്നത്തെ ദിവസം നീ ഈ കഥ പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആയിട്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം തന്നെ നീ ആ ഒരു ഇത് കഥ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചല്ലോ, അതിന് വളരെ താങ്ക്സ്. കാരണം ഇന്നത്തെ ദിവസം എന്താന്ന് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് നീ ഇന്ന് അത് കൊണ്ടുവന്നത്. പിന്നെ ഈ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ മോനന്റേത് ഞാൻ വായിച്ചിട്ടില്ല. അത് കാരണം നീ ഇത് ഇങ്ങനത്തെ ഒരു ഹിന്റ് ഒക്കെ ഇട്ട് തന്നപ്പോഴേ നമുക്ക് വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരിക. എന്തായിരിക്കും അതിന്റെ ആ ഒരു കഥകളൊക്കെ ഫുള്ളായിട്ട് വായിച്ചാലല്ലേ നമുക്ക് മനസ്സിലാവുക. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു ഇത് നീ ഇട്ട് തന്നിട്ടാണ്. മൊത്തത്തിൽ കഥ പറയല്ലാണ്ട് അതിനൊരു ഹിന്റ് നിങ്ങൾ വായിച്ച് ഇട്ട് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ഹിന്റ് തന്നതിന് നമുക്കത് വായിക്കാനുള്ള ഒരു പ്രചോദനമാണ് തന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിന്നെ ഈ പറഞ്ഞ ബുക്ക് ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് താങ്ക് യു ഇന്നത്തെ ദിവസം തന്നെ നീ ഇത് കൊണ്ടുവന്നതില്. താങ്ക് യു ജംഷി. അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ ഞാൻ തഫ്സീറയെ ക്ഷണിക്കുന്നു. തഫ്സീറ, തഫ്സീറ ഓഡിബിൾ അല്ലാന്ന് തോന്നുന്നു. അടുത്ത ഫീഡ്ബാക്ക് പറയാൻ സാജിദയെ വിളിക്കുന്നു. മീറ്റിൽ എല്ലാവർക്കൊന്നും മുന്നോട്ട് വന്ന് ആർക്കെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാട്ടോ. തീർത്തും നമ്മള് ഇവിടെ ഒരു ഡിസ്കഷൻ പോലെ നിങ്ങൾക്ക് കേട്ടപ്പോ ഓർമ്മ വന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതും ഇവിടെ ഷെയർ ചെയ്യാം. ഹലോ ജാസ്മിൻ, എന്തായാലും റിവ്യൂ നന്നായി പറഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഞാനും തുടങ്ങി കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കയറിയത്, പകുതി എത്തിയിട്ട് ഞാൻ കേട്ട് തുടങ്ങിയത്. എന്തായാലും ആ ബുക്കിന്റെ കഥ പറയാതെ പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി അത് വായിക്കാനുള്ളൊരു ഇഷ്ടം എല്ലാവരിലും ഉണ്ടാക്കി. ഇന്നിപ്പോ വളരെ കുറച്ച് പേര് ഇതിലുള്ളൂ. ഇപ്പൊ സ്പോർട്സ് കഴിഞ്ഞ് എല്ലാവരും അത്രയും ടയേർഡ് ആയതുകൊണ്ടാവും. എന്തായാലും ഉള്ളവർക്ക് അതൊരു ബുക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനം തന്നെന്ന് വിചാരിക്കുന്നു. കാരണം നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. എന്തായാലും താങ്ക് യു ജിസ്ലിയ. മറ്റാർക്കെങ്കിലും മുന്നോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. ഇനി ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ് എന്താ വേണ്ടേ? ഓക്കെ, എന്തായാലും ജോയിൻ ചെയ്ത് നിങ്ങളുടെ കുറച്ച് സമയങ്ങൾ ഇവിടെ ചെലവഴിച്ച എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് തിരിച്ചു കാണാം. താങ്ക് യു.